ടോക്ക് ഷോയിൽ എന്നോടൊപ്പം ഇന്നുള്ള അതിഥികൾ രണ്ടുപേരും വ്യത്യസ്തമാണ്. 1.5 പതിറ്റാണ്ടായി യു.എയിൽ നമ്മൾ കേൾക്കുന്നൊരു പേരുണ്ട്, വി.കെ.എം. കളരി. എന്തുകൊണ്ട് വി.കെ.എം. കളരി ഇന്ന് ഈ ടോക്ക് ഷോയിലെത്തിയെന്ന് ചോദിച്ചാൽ, പൊന്നിൻ തങ്കം എന്ന് പറയുന്ന കളരി ഗുരുക്കളുടെ കളരി അഭ്യസിച്ച, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കളരി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈറ്റില്ലമായിരിക്കുന്ന ആ ഒരു വേദിയിൽ, പൊന്നിൻ തങ്കം 2026 എന്ന വേദിയിൽ യു.എയിൽ നിന്ന്, ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഒരുപാട് കുട്ടികളെയും കൂട്ടിക്കൊണ്ട് പോയി വലിയ വിജയവും അംഗീകാരവും നേടിയെത്തിയ ഒരു സംഘമാണ് വി.കെ.എം. കളരി സംഘം. ഈ വി.കെ.എം. കളരി ടീമിൻ്റെ ഗുരുക്കൾ, മണികണ്ഠൻ ഗുരുക്കൾ, അദ്ദേഹം 40 വർഷമായി കളരി എന്ന ഇത് ജീവിതചര്യയാക്കി മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാഷിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിലൊരാളായ സുഭലക്ഷ്മിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമുക്ക് കളരിയെക്കുറിച്ചറിയാം, ഈ പൊന്നിൻ തങ്കത്തിൻ്റെ അവരുടെ ഒരു എക്സ്പീരിയൻസ്, അവരുടെ സന്തോഷം, കാരണം അവരുടെ മുഖത്ത് കാണാം ആ ഒരു സന്തോഷം. ഈ വാർത്തയുടെ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. സംഘം എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അഭിനന്ദനങ്ങൾ രണ്ടുപേർക്കും, പ്രത്യേകിച്ചും ഗുരുക്കൾക്ക്. കാരണം പൊന്നിൻ തങ്കം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും അതിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ചൊക്കെ പലർക്കും അറിയായിരിക്കാം, അതിൻ്റെ ഒരു ഭൂതകാലത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ആളുകളുണ്ടാകും. പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നത് 40 വർഷക്കാലമായി കളരി ജീവവായു പോലെ കൊണ്ട് നടക്കുന്ന ഒരാളാണ് മണികണ്ഠൻ ഗുരുക്കൾ. ഗുരുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കളരിയുടെ അവസാന വാക്ക് ഇന്ന് കാണുന്ന ആളുകൾ, കാരണം കളരി പഠിച്ച് 2-10 വർഷം കൊണ്ട് ഒരു അധ്യാപകനാകുന്നതിനപ്പുറം അതൊരു ജീവിതചര്യയായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാളാണ് മണികണ്ഠൻ ഗുരുക്കൾ. വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹൃദയത്തിൽ തൊട്ടിയാണ് ഈ ഒരു സംസാരിക്കുകയും ചെയ്യുന്നത്. ഞാൻ ഈ വി.കെ.എം. കളരി സംഘത്തിൻ്റെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ, ഞങ്ങളുടെ യു.എ വാർത്തയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും എനിക്ക് അറിയേണ്ടത്, ഈ കളരി സംഘം എന്ന് പറയുന്നത്, ഒരുപാട് കളരി സംഘങ്ങളുണ്ട് ഇവിടെ. വി.കെ.എം. കളരി അതിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? വി.കെ.എം. കളരിയുടെ പ്രത്യേകത, പ്രത്യേകിച്ച് യു.എയിൽ തനതായ രീതിയിൽ, അതായത് നാട്ടിൽ എങ്ങനെയാണോ കളരിപ്പയറ്റ് പഠിപ്പിക്കുന്നത് അതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാതെ അതേ രീതി പിന്തുടരുന്ന ഒരു കളരി തന്നെ പറയാം. അതാണ് വി.കെ.എം. ഏറ്റവും വലിയ പ്രത്യേകത. ഏത് പ്രായക്കാർക്കും ഏത് രീതിയിലും ചെയ്യിക്കാനുള്ള ഒരു രീതി കണ്ടെത്തി തനതായ രീതിയിൽ ഒരു മാറ്റവും ഇല്ലാതെ കൊണ്ടുപോകും. അത് തന്നെയാണ് മാഷിൻ്റെ ഒരു ജീവിത യാത്രയിൽ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ നമ്മൾ വി.കെ.എം. കളരി സംഘം അവിടെ എത്തുന്നു, അതിൻ്റെ ഭാഗമാകുന്നു. എന്താണ് ഈ പൊന്നിൻ തങ്കം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? ആ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ ഒരു കളരി സംഘം എന്ന രീതിയിൽ നിങ്ങൾക്കുള്ള അഭിമാനം എത്രമാത്രമാണ്? ശരിക്കും ഇവിടെ ഞങ്ങളിത് അറിഞ്ഞ ഉടനെ തന്നെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. ഇതിനുവേണ്ടി സമയത്ത് പ്രാക്ടീസാണ്? അതെ, ഉണ്ടായിരുന്നു. ഒരുപാട് ദിവസം പ്രാക്ടീസ് ഒരുപാട് ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കളരി അറിയുന്ന ഒരുപാട് ആളുകളുടെ മുന്നിലാണ് നമ്മൾ കളരിപ്പയറ്റ് ചെയ്യുന്നത്. ശരിക്ക് ഒരു ആയിരക്കണക്കിന് ആളുകളാണ് ചുറ്റുഭാഗം ഇരിക്കുന്നത്. അവരുടെ മുന്നിൽ പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സമയം ഇവിടെ നിന്ന് പോകുമ്പോൾ ശരിക്കും 2 ദിവസം 3 ദിവസം മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് പോകാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ദിവസം മുന്നേ തന്നെ ഞങ്ങൾ തുടങ്ങി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അതിൽ നിന്ന് നന്നായി ചെയ്യുന്ന ആളുകളെ മാത്രം എടുത്ത് നമ്മൾ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാഷെപ്പോഴും കോമ്പറ്റീഷന് വരുന്ന സമയത്ത് വി.കെ.എം. കളരികളിലെ ഏറ്റവും നല്ല ആൾക്കാരെ മാത്രം അങ്ങനെ ക്രീമായിട്ട് എടുക്കാറുണ്ടോ, അല്ല മൊത്തത്തിൽ അതിനകത്ത് സെലക്ട് ചെയ്യുകയാണോ ചെയ്യില്ല? എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ? എങ്ങനെയാണ് സാധാരണ ഒരു ഗുരുക്കൾ എന്ന രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടാവും? ശരിക്ക് ഞാൻ എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ ശ്രമിക്കും. ആരും മോശക്കാരല്ല. നമ്മുടെ അടുത്ത് വരുന്ന ആരും മോശക്കാരല്ല. വരുന്ന സമയത്ത് അവർ ചോദിക്കാറുണ്ട്, എനിക്ക് സാധിക്കുമെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ അത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവരെല്ലാവരും കയറി വരുന്ന ആൾക്കാരാണ്. പക്ഷേ ആർക്കാണോ പങ്കെടുക്കാൻ സാധിക്കുക, ഇവിടുത്തെ ഈ പ്രവാസ ജീവിതത്തിൽ അറിയാലോ, എല്ലാവർക്കും പെട്ടെന്ന് യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടുള്ള അവസ്ഥകളാണ്. ആർക്കാണോ ചെയ്യാൻ സാധിക്കുന്നത് അവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ സ്റ്റേജിലേക്ക് എത്തിക്കണം. അതാണല്ലോ ഒരു ഗുരുനാഥൻ എന്ന നിലയ്ക്ക് ചെയ്യേണ്ടത്. അതിലാണല്ലോ സന്തോഷിക്കുക. അതെ. അപ്പോൾ അത് അങ്ങനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റാത്ത ഒരാളെ അത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത് കൊണ്ടുപോകാനുള്ള എല്ലാ വഴികളും ഉണ്ടാക്കും. അങ്ങനെ ഒരാളെയും മാറ്റി നിർത്തിയിട്ടില്ല ഇതുവരെ. അതിൽ ശരിക്കും ഒരു നിയോഗം കൂടി ഉണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. അതെ, ഒരു നമ്മുടെ ഭാഗ്യം, ലക്ക് എന്നൊക്കെ പല ഭാഷയിൽ വേണമെങ്കിൽ പറയാവുന്നതാണ്. സുബി, ഈ വി.കെ.എം. കളരി 8 വർഷമായി മണികണ്ഠൻ ഗുരുക്കളുടെ ശിഷ്യയായിട്ട്, എന്താണ് അത് ലൈഫിൽ വന്നിരിക്കുന്ന മാറ്റം? ഗുരുക്കളുമായിട്ടുള്ളൊരു റിലേഷൻ, ഈ വി.കെ.എം. കളരി എന്ന് പറയുന്ന സ്ഥാപനം സുബിയുടെ ലൈഫിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം?
VKM കളരി എന്ന് പറഞ്ഞൊരു പാർട്ടാണ് ലൈഫിന്റെ. അപ്പം ഞാൻ ഒരു 2017-18 ടൈമിലാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അന്ന് ഇത്രത്തോളം ഇല്ല, എനിക്ക് ഫിറ്റ്നസ് ആയിട്ട് തന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കുറച്ച് ഡാൻസ് ചെയ്യുന്നല്ലാതെ ഞാൻ ഫിറ്റ്നസ് സൈഡിൽ 0 ആണ്. അപ്പോൾ മാഷിന്റെ അടുത്താണ് ആദ്യമായിട്ട് ഞാൻ ഷാർജയിൽ സ്റ്റേജ് ചെയ്യായിരുന്നു. അപ്പോൾ മാഷിന്റെ അടുത്ത് പറഞ്ഞു ഇത്ര ദൂരക്കുള്ളിലാണ്, അപ്പൊ ചിലപ്പോഴേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാഷ് അടുത്ത് പറഞ്ഞിരുന്നത്. മാഷ് പറഞ്ഞു വന്നു നോക്കും, എന്നിട്ട് നമുക്ക് പിന്നെ തുടരണോ വേണ്ടോ നമുക്കൊന്ന് ഡിസൈഡ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, ഞാൻ ഒരിക്കലും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, ഞാൻ എപ്പോഴും ചേഞ്ച് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ കളരി മാത്രമാണ് ലൈഫിൽ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്ട് കൊണ്ടു നടക്കുന്നത് കളരിയാണ്. അപ്പോൾ അതുകൊണ്ട് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ലൈഫിൽ പല കാര്യങ്ങളും കോൺഫിഡൻസ്. ഇപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ശത്രു എന്ന് പറയുന്നത് ഫിസിക്കലി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ ശത്രു ഉണ്ടായിരിക്കും. നമ്മളുടെ ലേസിനെസ് അല്ലെങ്കിൽ നമുക്ക് ധൈര്യക്കുറവ്, അത് ഉള്ളിലുണ്ടാവുന്ന ശത്രുവാണ്. പുറത്തുണ്ടാവുന്ന ശത്രു എന്ന് പറയുമ്പോൾ വ്യക്തികൾ, അല്ലെങ്കിൽ ഇവരെ ആക്രമിക്കാൻ വരുമ്പോൾ രണ്ടിനും ശക്തിയാണ്. ഒരാൾ അറ്റാക്ക് ചെയ്യാൻ പറ്റും ചെയ്യും, മനസ്സുകൊണ്ട് ഒരു ഡിസിപ്ലിൻ ലൈഫിൽ ചിട്ടയായിട്ടുള്ള പോവാ, അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണം, എന്ത് പറയണം, അങ്ങനെ ഒരു നമുക്കൊരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്കം, ഒതുക്കമൊക്കെ കളരിലൂടെ നമുക്ക്, അതാണ് എൻ്റെ ലൈഫിൽ വന്നുള്ള ചേഞ്ച്. പിന്നെ മാഷ് എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ അടുത്തറിയേണ്ട ഒരു പേഴ്സണാലിറ്റിയാണ്. ആള് പറഞ്ഞാൽ ഒരാൾക്ക് എങ്ങനെ 0 ഹേറ്റേഴ്സ്, അങ്ങനെയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം മാഷിന്റെ ക്ലാസ്സിൽ വരുന്ന എല്ലാ വ്യക്തികളും മാഷിന്റെ ഒരു ബിഹേവിയർ കൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. പിന്നെ മാഷ് ക്ലാസ് എടുക്കാൻ കൊതിക്കുന്ന ആൾക്കാരാണ് നമ്മൾ, കാരണം മാഷിന്റെ പേഴ്സണാലിറ്റി അങ്ങനെയാണ്. അല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട് മാഷോട് സംസാരിക്കുമ്പോൾ ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, പോസിറ്റീവായിട്ടുള്ള, നമ്മൾ കുറച്ചു നേരം ആ മുഖത്തുള്ള ചിരിയും നമ്മൾ ഇരുത്തി സംസാരിക്കുകയല്ല, നമ്മൾ ചില മനുഷ്യരുടെ ഭാഗ്യമാണ്, അവർക്ക് ജന്മനാ കിട്ടുന്നൊരു അവരുടെ അച്ഛനും അമ്മയുടെ ഒക്കെ ഒരു അനുഗ്രഹമാണ് ശരിക്കും. അത് മാഷിലുണ്ട് എന്നുള്ളത് കറക്റ്റാണ്. ഈ പൊന്നിൻ തങ്കത്തിന് പറഞ്ഞല്ലോ മാഷ് സുബിയും കൂടെ വരണം, നമ്മളൊരു ടീമാണ്, ആ ഒരു സെക്കൻഡിൽ സുബിയുടെ മനസ്സിലായിരുന്നത് ശരിക്കും എക്സൈറ്റഡ് ആണ്. നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ മനസ്സിൽ ആഗ്രഹമുണ്ട് പോണെന്ന്. അപ്പോൾ മാഷ് പറഞ്ഞപ്പോൾ എനിക്ക് എപ്പോഴും ഡൗട്ടാണ്, എൻ്റെ കഴിവിൽ എപ്പോഴും ഡൗട്ടാണ്, എപ്പോഴും ഡൗട്ടാണ്. ഞാൻ എനിക്ക് പറ്റുമോ, അതായത് നമ്മൾ ഉയർത്തി നിൽക്കുന്ന ഒരാൾ എന്നോട് ചോദിക്കാൻ പറ്റുമോ? ഞാൻ ഒരു ചോദ്യം മാത്രമേ, ഒറ്റ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ, പഠിപ്പിച്ചു തന്നത് ഓർമ്മ ഉണ്ടോ? ആ ഉണ്ട്, വരാം, ഇനി എന്നോട് ചോദിക്കുകയും ചെയ്യരുത്. ശരി. അപ്പൊ അത് മാഷിന് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചോദ്യം ആളുടെ പറഞ്ഞു? അത് മാഷ് ഗുരുക്കൾ എന്ന രീതിയിൽ പറഞ്ഞാൽ മതി. നല്ലതാണത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോടാണ് ചോദിച്ചത് മാഷെ എനിക്ക് പറ്റുമോ എന്നുള്ളത്. അത് പഠിപ്പിച്ച എന്നോടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആളുടെ മനസ്സിൽ ഞാൻ ഉദ്ദേശിച്ചതിൽ ആൾക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതായത് എനിക്ക് ഒരു ടാർഗറ്റ് ഉണ്ടല്ലോ, എന്ന രീതിയിൽ അവർ ചെയ്യണം, അതിൽ എനിക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എൻ്റെ ഗുരു അതെ 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 അതെ. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം ഞാൻ പഠിപ്പിച്ചതെന്നോ ഓർമ്മ ഉണ്ടോ? ഉണ്ട്. ശരി, ജോയിൻ ചെയ്യാം. അത് പറഞ്ഞതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ എന്നോട് ഗുരുക്കൾ പറയുകയാണ്, അതായത് എനിക്ക് വലിയ ആഗ്രഹമാണ് ഈ കളരിയൊക്കെ കാണാനും ഒക്കെ, ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുകയാണ്. മാത്രമല്ല ഞാൻ മുമ്പൊരു സൈക്കാട്രിസ്റ്റുമായിട്ട് സംസാരിച്ചപ്പോൾ ഇതേ വേദിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് എന്നുള്ളതൊക്കെ. ഞാനിപ്പോൾ മാഷുമായിട്ട് സംസാരിച്ചപ്പോൾ മാഷിനോട് പറഞ്ഞത്, അനുഭവം വരൂ, ഒരു 1-2 മാസം 1.5 മാസത്തിനുള്ളിൽ തന്നെ നമുക്കതിനുള്ള ഒരു ധൈര്യം ഉണ്ടാക്കാം. എനിക്ക് പേടിയാണ് ഇപ്പോഴും, ഞാനത് പരസ്യമായിട്ട് തന്നെ പറയുകയാണ്. VKM കളരിയുടെ ഭാഗമാകുമ്പോൾ അതിനുകൂടി അത് കഴിയുമെന്നാണ് പറഞ്ഞത്. മാഷ്ക്ക് ഒരു പക്ഷേ ഞാൻ മാഷെ ശ്രദ്ധിക്കായിരുന്നു, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ മാഷ് എന്നെ മുഖത്ത് നോക്കിയിട്ടല്ല, അത് മുഖത്ത് നോക്കുന്നുണ്ടെങ്കിൽ മാഷിൻ്റെ ഉള്ളിലേക്കാണ് ഓരോ കാര്യം. ഇപ്പം ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്യായിരുന്നു, അത് മാഷ് കുറേ ഉള്ളിലേക്ക് പോയി എന്നെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്, എന്തൊക്കെയോ മനസ്സിൽ വന്നിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് തന്നൊരു വാഗ്ദാനമുണ്ട്, അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻറ്റ് എങ്ങനെ ഉണ്ടായി മാഷ്ക്ക്? എന്നെപ്പോലുള്ള ഒരുപാട് പേര് ഇതൊക്കെ പഠിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മളെ ന്യൂസ് സെക്രട്ടറി ആയിട്ട് കൃഷ്ണേന്ദു പറയുന്നത് എനിക്ക് പഠിക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിന്തിക്കുന്നുണ്ടാവും, നമുക്ക് പറ്റും. ഇതാ പഠിച്ച ആളാണ് ചോദിക്കുന്നത്, എനിക്കിത് പറ്റുമോ? അതെ. അപ്പോൾ അങ്ങനെയുള്ളവരോട് മാഷിന് പറയാൻ, എൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടായിരിക്കും മാഷ് പറഞ്ഞ് ഇത്തരത്തിലുള്ള ആളുകളോട് മാഷിന് പറയാനുള്ള? അത് ആദ്യം എന്നോട് പറഞ്ഞൊരു വാക്ക്, എനിക്കത് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകണം. ആ ആഗ്രഹം എന്നുള്ളൊരു വാക്കാണ് ഞാൻ മനസ്സിൽ വെച്ചത്. ആ ഒരു ആഗ്രഹം എന്നൊരു ഇത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എല്ലാം നടക്കും. ഇപ്പോൾ ശരീരത്തിൻ്റെ നമ്മളൊരു ബുദ്ധിമുട്ട് അത് നമ്മൾ ആ ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. വ്യക്തമായിട്ട് ഓരോ ദിവസങ്ങളിലും നമ്മൾ കൊടുക്കുന്ന ചുവടുകളും വടിവുകളും, എങ്ങനെയാണോ ഒരാൾ നമ്മുടെ ലൈഫിൽ ഒരു കുട്ടി നടക്കാൻ വരുന്നത്, നടന്നു തുടങ്ങുന്നത്, അതേ രീതി തന്നെയാണ് കളരിയും തുടങ്ങേണ്ടത്.
ചെന്ന അന്ന് തന്നെ നമുക്കൊരു ആയുധം എടുത്ത് കൊടുക്കുക, അവർ വരാൻ വേണ്ടി വേറെ എന്തെങ്കിലും ഒന്നും ചെയ്യരുത്. അവരെ പഠിപ്പിക്കേണ്ട രീതിയിൽ എങ്ങനെയാണോ കളരിയിൽ നടക്കേണ്ടത്, എത്ര പ്രായമുള്ള ഒരാൾ വന്നാലും എങ്ങനെയാണോ നടക്കേണ്ടത്, ആ ചുവടുകൾ ഓരോ ചുവടുകളുമാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഏതൊരാൾക്കും കളരി ചെയ്യാം. മാഷിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രായം കൂടിയ ഒരാളെ പഠിപ്പിച്ച് ഏതെങ്കിലും ഒരു പ്രായം പറയാം ജീവിതത്തിൽ ഇത്രയും ഈ 40 വർഷത്തിനുണ്ട്? 67 വയസ്സ് ഇപ്പോഴും കളരിയിൽ വരുന്നുണ്ട്. 67 വയസ്സുള്ള ആദ്യമായിട്ട് അവർക്കൊന്നും ഒരു മുൻപരിചയം ഒന്നും ഉണ്ടായിരുന്നു? ഒന്നുമില്ല. ഇപ്പോഴും 7 വർഷമായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ട്. കളരിയൊക്കെ ചെയ്യും? ഉണ്ട്, നന്നായി ചെയ്യും. ചെയ്യുമെന്നല്ല, നന്നായി ചെയ്യും. അതെ, മാസ്റ്റർ സർട്ടിഫിക്കറ്റ് ഇട്ടാ ബുദ്ധിമുട്ടല്ലേ? തൃപ്തിയാവാന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട സ്റ്റുഡൻസിന്റെ കൂട്ടത്തിലാണോ സുബി എപ്പോഴും? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വികെഎമ്മിന്റെ ഒരു വലിയൊരു ഭാഗമാണ്. അതെ, സുബിയുടെ ബ്രാൻഡ് അംബാസഡർ എല്ലാവരും ചോദിക്കുന്നുണ്ട്, സുബിയുടെ ആണോ വികെഎം വരെ ചോദിക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് ബ്രാൻഡ് അംബാസഡർ ആണ്. ഞാൻ എന്നോട് തന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യം ഇങ്ങനെ പറഞ്ഞു, ഇവരെ ഭയങ്കര താല്പര്യത്തിലാണ് ആള് പറയുന്നത്. നമുക്കറിയാം, ഒരു മെസ്സേജ് അയക്കുമ്പോഴും ഓരോ ഫോട്ടോസ് അയച്ചിരുന്നു, ഇത് ഓക്കെയാണോ, ഇത് ഓക്കെയാണോ. എന്നിട്ട് അതിനോട് പറയുന്നത് മാഷിന്റെ മാക്സിമം നന്നായിട്ട് മാഷിൻ്റെ അതൊരു ഞാൻ പറഞ്ഞില്ല, ഒരു ശിഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ശിഷ്യന്മാരിൽ നിന്ന് കിട്ടുന്നൊരു വലിയൊരു ദക്ഷിണയാണത്, അങ്ങനെ ഒരു മനസ്സ്. എന്തായാലും വളരെ സന്തോഷം. പൊന്നിൻ തങ്കത്തെക്കുറിച്ച് കുറച്ചുകൂടി മാഷ്ക്ക് അതിൻ്റെ ഒരു ചരിത്രം എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ അതുകൂടെ പറഞ്ഞ ഒരു ഇൻഫർമേഷനായി മാറുമായിരിക്കും. എങ്ങനെയാണ് ഈ പൊന്നിൻ തങ്കം പറയുന്ന ഒരു ഈവെൻ്റ് ഉണ്ടായത്, അതിനെക്കുറിച്ച് എന്തെങ്കിലും? കതിരൂർ ഗുരുക്കളും തച്ചോളിയോധനും കൂടി പറ്റിയ ഒരു അംഗത്തട്ടിൻ്റെ ഒരു ഓർമ്മയ്ക്കായി നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം. എത്ര വർഷമായിട്ടുണ്ടാവും അത് നടത്താൻ തുടങ്ങിയിട്ട് ശരിക്കും? പക്ഷെ 4 വർഷം 4-5 വർഷത്തിന് ഇങ്ങോട്ടാണ് അത് കൂടുതൽ പ്രചാരത്തിൽ വന്നത്. കേരള നിയമസഭാ സ്പീക്കർ ഷംസീർ അഭിനന്ദിച്ചല്ലേ? നമുക്കത് അതിന്റെ വിഷ്വലൊക്കെ ഉണ്ട്, നമ്മൾ ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ആ വിഷ്വൽസ് ഒക്കെ കാണുന്നുണ്ടാവും. അക്കാദമിയാണ് ഇതിനെ നടത്തുന്നത്. മാഷിന് പൊന്നാട അണിയിച്ചിരുന്ന രീതിയിൽ വെച്ചിട്ട് അത് വേറെ ആർക്കും അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പത്മശ്രീ മീനാക്ഷി അമ്മ സ്റ്റേജിൽ വന്ന് വ്യക്തമായി പറഞ്ഞു, അതെ മണികണ്ഠൻ ഗുരുക്കളെ ഒന്ന് പൊന്നാട അണിയിക്കണം. അതെ അതെ. അതും ഇവിടെ ഈ പുറത്ത് ഇതുപോലെ ഇത്രയും കുട്ടികളെ കളരി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക്, അതിൻ്റെ ഒരു ഗുരുക്കൾ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. ഈ ദുബായിൽ നമ്മൾ മാത്രമാണ് പങ്കെടുത്തത്? വികെഎം കളരി മാത്രമാണോ ഈ ഒരു വർഷം 2026 വികെഎം കളരി മാത്രമാണ് പങ്കെടുത്തുള്ളത്. ഓരോ വർഷം ഓരോ ടീം പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് അവർക്ക് നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അയച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് അപ്രൂവൽ കിട്ടണം. അതെ അതെ. എന്തായാലും കളരി സംഘം മുന്നോട്ട് പോട്ടെ. വികെഎമ്മിനോടൊപ്പം ഞങ്ങളുണ്ട്. ടീം വാർത്ത ഉണ്ടാവും. മാത്രമല്ല, കളരി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ഇനിയുള്ള നാളുകളിലൊക്കെ സംസാരിക്കാം. ഇവർ ഞങ്ങളോടൊപ്പം തന്നെ ഉള്ള ആൾക്കാരാണ്, ഞങ്ങളുടെ ഫാമിലി തന്നെയാണ്, ഒരിക്കലും പുറത്തുള്ള ഒന്നല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സംസാരിച്ചതും ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ്. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കണം. പക്ഷേ ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ ഇത്. കാരണം ഇതൊന്നും കാലഹരണപ്പെട്ടു പോകാൻ പാടില്ലാത്ത ഒരു ഇതാണ്, പെർഫോമിംഗ് ആർട്സാണ് ഇത് ആക്ച്വലി കളരി എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഈ ചില സ്ഥലങ്ങളിൽ ഈ ഗുരുക്കളുണ്ടാവും, ഈ കളരി ഗുരുക്കൾ. നമ്മൾ ഏതെങ്കിലും വീണ പൊട്ടിയായി കഴിഞ്ഞാലൊക്കെ തടവാനൊക്കെയാണ് ആ കളരി. ഞാനൊക്കെ കുട്ടിക്കാലത്ത് കണ്ട് വളർന്ന ഒരാളാണ് കളരി പഠിക്കാൻ പോവുക എന്നുള്ളതൊക്കെ. അന്ന് തൊട്ടേയുള്ള ആഗ്രഹമാണ്. പക്ഷേ ഉള്ളിലുള്ള ഏതോ നമ്മളല്ലേ ചില സംഭവങ്ങൾ നമ്മളെ ബ്ലോക്ക് ചെയ്യും ലൈഫിൽ. അങ്ങനെയുള്ള ചിലപ്പോൾ സംഭവങ്ങളായിരിക്കാം. എന്തായാലും എനിക്ക് ഈ ഗുരുക്കളെയും നല്ലൊരു ശിഷ്യയും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ അത് ഏറ്റവും സന്തോഷം. രണ്ടുപേരും ഒരേപോലെ വന്നപ്പം തൊട്ട് വളരെ പോസിറ്റീവായിട്ട് പ്രസൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു എന്നും അത് ഉണ്ടാവട്ടെ. ആ ഒരു പുഞ്ചിരി കളരി സംഘത്തോടൊപ്പം വികെ കളരിയോടൊപ്പം ഞങ്ങളുണ്ട്. നമുക്ക് യാത്ര തുടരാം. ഒരുപാട് വ്യത്യസ്തമായ പരിപാടികളുമായിട്ട് ഇനിയുള്ള നാള് ഞങ്ങളും ഉണ്ടാകും എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി പൊന്നിൻ തങ്കത്തിൻ്റെ വിന്നേഴ്സായിട്ടുള്ള വികെഎം കളരിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.